ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക 2 ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ സാധാരണ ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കേണ്ട, മുഴുവനായിട്ടുള്ള മല്ലി. ഇനി മല്ലി ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം കേട്ടോ. അത് ഇതിൻ്റെ കൂടെയല്ല, നമുക്ക് മസാല വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പം ഞാൻ ആ സമയത്ത് പറയാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് പൊടിക്കാനുള്ളത് അത് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സാധാരണ ഉരുളക്കിഴങ്ങിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ലോണം എന്താ പറയുക വഴറ്റിയെടുക്കുന്നത്. വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഞാനൊരു 5 വറ്റൽമുളകും കുറച്ച് അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇളം ചൂടുവെള്ളത്തിൽ. ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക കേട്ടോ. അധികം പുളി ഇല്ലാത്ത തൈര് നോക്കി എടുക്കണേ. പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ആകെ പുളിയായി, നല്ല പുളിയായി പോകും കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം. മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈര് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ, അധികം പുളി ഉണ്ടാവില്ല. ഇനി നമ്മൾ ആ അണ്ടിപ്പരിപ്പും മുളകും കൂടി അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഗ്രേവിക്കായിട്ട് യൂസ് ചെയ്യണം, വേറെ നാളികേരം കാര്യങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് കണ്ടോ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആയി വരണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ മുറിക്കാതെ ഇടുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവോള അങ്ങനെ പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റാക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. കരിഞ്ഞു പോകരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചുവന്ന മുളക് അരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ, ഒരുപാട് എരിവായി പോകരുത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിന് പാകത്തിനുള്ളത് മാത്രമാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ തൈര് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മസാല എന്ന് പറയണത്, അല്ലാതെ ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി പ്രത്യേകം നോക്കുക, പുളി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല പുളിയാവും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയോ കാശ്മീരി മറ്റേ നമ്മൾ അരയ്ക്കാനെടുത്തിട്ടുള്ള മുളകുണ്ടല്ലോ, ആ മുളകോ നമ്മൾ കാശ്മീരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കളറുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്താ പറയുക പാകത്തിന്. അത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം തിളയ്ക്കാനായിട്ട് വിടുക. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒന്ന് 4ആയിട്ടൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇടുകയാണെങ്കിലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം തിളയ്ക്കട്ടെ. ആ മസാലയും ആ ഉപ്പും പുളിയും ഒക്കെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നല്ലോണം പിടിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ വെച്ച് പൊടിച്ച് കൊടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തിക്കാവും. അപ്പോൾ ആ ഒരു പാകമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ ഗ്രേവി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില നിർബന്ധമില്ല, നമ്മൾ കസൂരി മെത്തി ചേർത്തിട്ടുണ്ട്, പക്ഷേ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ.
വേണമെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, എരിവും പുളിയും ഒക്കെ ബാലൻസ് ആവാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല കറക്റ്റ് പാകത്തിനുള്ള ഗ്രേവിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഓഫ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു പാകത്തിന് ആയി വന്നിട്ടുണ്ടാവും. പിന്നെ ഉരുളക്കിഴങ്ങും അല്ലേ, അപ്പോൾ അത് നല്ലോണം കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.